നമസ്കാരം. ഞാൻ ഡോക്ടർ രമേശ് നടരാജൻ, ചീഫ് കോർഡിനേറ്റർ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, കിംസ് ഹെൽത്ത്, ട്രിവാൻഡ്രം. കോവിഡ് വാക്സിൻ എടുത്തവരിൽ 40 മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാരിൽ ഹൃദയാഘാതം മൂലമുള്ള മരണം സംഭവിക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുന്നത്. ഇവർക്ക് മറ്റു രോഗാവസ്ഥയൊന്നും ഇല്ലെങ്കിലും സഡനായിട്ട് തന്നെ ഒരു കാർഡിയാക് ഡെത്ത് അഥവാ സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു മരണം, ഇതാണ് ഇതിൽ പ്രത്യേകമായി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിന് കാരണമായി അവർ പറയുന്നത് ഈ വാക്സിൻ ഹൃദയത്തിൻ്റെ രക്തക്കൊഴലുകളെ അതിൻ്റെ കട്ടി കൂട്ടുകയും അതിൽ ക്ലോട്ടുകൾ, അതായത് രക്തക്കട്ടകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് തടയാനായിട്ട് ഒരു ഡി ഡൈമർ ടെസ്റ്റിൻ്റെ കാര്യവും അതിൽ പറയുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ നോക്കിയാൽ 40 മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാരിൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള പല പഠനങ്ങളിലും അതുപോലെ നമ്മുടെ ഇന്ത്യയിലും നടന്നിട്ടുള്ള പല പഠനങ്ങളിലും 40 മുതൽ 60 വയസ്സുള്ള ആൾക്കാരിൽ ഹൃദ്രോഗം വളരെ കൂടുതലായിട്ട് തന്നെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഹൃദ്രോഗത്തിൻ്റെ സാധ്യത സൗത്ത് ഏഷ്യൻസിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഇത് ഈ ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വളരെ കൂടുതലായിട്ട് തന്നെ കണ്ടുവരുന്നുണ്ട്. ഇതുമൂലമുള്ള രോഗാവസ്ഥയും മരണവും കൂടുതലായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലായി കോവിഡ് വാക്സിൻ നിമിത്തം എന്തെങ്കിലും ഉള്ളതായിട്ട് ഒരു പഠനവും തെളിയിച്ചിട്ടില്ല. അതായത് കോവിഡ് വാക്സിൻ മൂലം ഇങ്ങനെ ഒരു ഹൃദയാഘാതം ഉണ്ടാകുന്നതായിട്ട് ഒരു പഠനങ്ങളിലും തെളിഞ്ഞിട്ടില്ല. പക്ഷേ സിവിയർ ആയിട്ടുള്ള, അതായത് വളരെ ഗുരുതരമായ കോവിഡ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളവരിൽ ഹൃദയാഘാതം കൂടുതലായിട്ട് നാം കാണുന്നുണ്ട്. അത് ഗുരുതരമായ കോവിഡ് മുമ്പ് വന്ന് ഇപ്പോൾ വെന്റിലേറ്ററിലും ഒക്കെ ആയിട്ട് മറ്റ് പല രോഗങ്ങളും, അതായത് പ്രമേഹം, രക്തസമ്മർദ്ദം, ഇതെല്ലാം ഉള്ളവരിൽ കോവിഡ് വന്നാൽ അവരിൽ ഹൃദയാഘാതം കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതല്ലാതെ വാക്സിൻ കൊണ്ട് മാത്രം ഇങ്ങനെ ഹൃദയാഘാതം കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഡി ഡൈമർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചില പ്രത്യേക രോഗാവസ്ഥകളിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അത് ബ്ലഡിൻ്റെ ഒരു ക്ലോട്ടിംഗ് ടെൻഡൻസി അറിയാനും, അതായത് ഈ കാലിലെ വെയിൻസിൽ രക്തം കട്ട പിടിക്കുമ്പോൾ, അതുപോലെ പൾമണറി എംബോളിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതായത് ശ്വാസകോശത്തിലെ രക്തക്കൊഴലുകളിലേക്ക് ക്ലോട്ടുകൾ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവയിലൊക്കെയാണ് ഈ ഡി ഡൈമറിൻ്റെ അളവ് കൂടുന്നത്. കോവിഡ് ഇൻഫെക്ഷൻ ഉള്ളവരിൽ ഡി ഡൈമർ ടെസ്റ്റ് പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റേതായ കാരണങ്ങളുണ്ട്. ഡി ഡൈമർ കൂടുതലാണെങ്കിൽ അവരിൽ ചില രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ സാധാരണക്കാരിൽ ഡി ഡൈമർ ടെസ്റ്റ് ചെയ്യുന്നത് വഴി പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതായിട്ട് ഒരു തെളിവുകളും ഇല്ല. അപ്പോൾ ഈ ഒരു തെറ്റായ രീതിയിലുള്ള ഒരു പ്രചരണമായിട്ടാണ് ഇതിനെ നാം കാണേണ്ടത്. അതിൻ്റേതായ ഒരു വില കൊടുത്ത് തള്ളേണ്ടതാണ്.